ക്ലൗഡ് കിച്ചണിൽ ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് നോൺ വെജ് ഐറ്റംസ് ആണ്. നോൺ വെജിൽ തന്നെ ചിക്കനും ഫിഷുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫിഷ് ഇവിടെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ, ചിക്കൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോൺ വെജ് ലഞ്ച് ബോക്സിലും പൊതിച്ചോറിലൊക്കെ വെക്കുന്ന ചിക്കൻ ഫ്രൈയുടെ ഒരു മസാലക്കൂട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 3 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് ബോണും നെക്കൊക്കെ ഒഴിവാക്കിയിട്ട് മീറ്റ് മാത്രമായിട്ട് 3 കിലോ. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുപോലെ കുറച്ച് വിനീഗറും കോൺഫ്ലോർ മുളക് പൊടിയിലേറെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. 1 കിലോ എനിക്ക് ഒരു 25 ഗ്രാം എന്നുള്ള കണക്കിലാണ് ഇടാറുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നതാണ് ഇത് വെളുത്തുള്ളി തൊലിയോടുകൂടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതും പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഇതിങ്ങനെ തിക്കായിട്ട് നമ്മൾ ചിക്കനിൽ പിടിപ്പിക്കാൻ നോക്കിയാൽ അതിങ്ങനെ കട്ടായി പോകും, കോൺഫ്ലോർ കൂടുതൽ ചേർത്തതുകൊണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ കൈ ഇട്ടിട്ട് അതിങ്ങനെ ഓരോ പീസും ഇങ്ങനെ നക്കി അതിനെ മസാല പിടിപ്പിക്കണം. ഇതിൽ ഞാൻ കളറൊന്നും മിക്സ് ചെയ്യാറില്ല. പിന്നെ പെപ്പർ പൗഡർ നന്നായിട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്തൊരു ബ്രൗൺ കളറായിരിക്കും. ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ല ഫീഡ്ബാക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ എപ്പോഴും മസാല കൂട്ടാറുള്ളത്. ഞാനിതൊക്കെ സെയിൽ ചെയ്യുന്നത് സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് കസ്റ്റമർ ഉണ്ട്, എന്നാൽ അതിൽ കൂടുതലും ന്യൂ കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് പുതിയൊരു രുചിയായിരിക്കും. പിന്നെ അതൊരു ഹോംലി ഫീൽ ഫുഡാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എനിക്കുള്ളൊരു എനർജി. ഇനി ഇത് ഡയറക്റ്റ് ഞാൻ ഫ്രൈ അല്ല, ഇതുപോലെ ഒരു സ്റ്റീൽ കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. അതിന് ശേഷമാണ് ഞാനിതെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ അത് ഒന്നിച്ച് ഫ്രൈ ചെയ്യില്ല, നമ്മൾ ആവശ്യത്തിന് അപ്പം എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ളത്.